Oh Lord, I give my all. Do you I give everything? Do you, oh Lord, I give my all. What belongs to me? Take my eyes, my Jesus. Take them all I see. Take my lips, my Jesus. Take them all I say. Do you, Lord, I give my all. Do you, I give everything. Do you, oh Lord, I give my all. What belongs to me? We are honored to welcome Mr. Mithun Ramesh as the esteemed chief guest for today's special occasion. Mr. Mithun Ramesh is a dynamic and versatile personality, highly respected in the entertainment industry. He is renowned for his achievements as the distinguished actor, a skilled television presenter, a captivating radio jockey. His exceptional journey across creative fields have made him a household name and an inspiration to many. 20 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഇസ്രായേലിൽ പോകുന്നത്. അന്ന് അവിടെ ഈ മലയാളികളുടെ ഒരു കൂട്ടായ്മ ഉള്ള വിവരമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ബിസിനസ് ആവശ്യമായിട്ടാണ് പോയത്. അതിനുശേഷം പിന്നീട് അറിഞ്ഞ് അവിടെ ഒത്തിരി മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം മലയാളികൾ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ദൈവം ഓരോരുത്തർക്കും ഓരോ നിയോഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല നിയോഗം കിട്ടിയേക്കണം നിങ്ങൾക്കാണ്. കാരണം മനുഷ്യരെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടി. അതും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പോയി ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് കിട്ടി. ഇതൊരു അനുഗ്രഹമായിട്ട് കരുതുക. മിഥുൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഒത്തിരി സംഭവങ്ങൾ ഇസ്രായേലിൽ അനുദിനം നടക്കും, നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ നല്ല മാതൃക പിന്തുടർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോവുക. എല്ലാവർക്കും താങ്ക് യു. വന്ന സമയം ഏതാണ്ട് 10:30 പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 12 മണിയായി എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ചോദിച്ചത് ഗുഡ് ആഫ്റ്റർനൂൺ ആണോ ഗുഡ് മോർണിംഗ് ആണോ നോക്കുക. അതിനു മുമ്പ് ബിഫോർ ഐ സ്റ്റാർട്ട് ഓഫ് ഫസ്റ്റ് ഔപചാരികതയുടെ പേരിൽ again thanks a lot for the invite and thank you for bringing me here. അതിനോടൊപ്പം how many people here don't speak Malayalam? Anybody who doesn't speak Malayalam? എല്ലാ മലയാളികളല്ലേ? അതാണ് ചോദിച്ചത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പം അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം ജോസേട്ടൻ എത്രയോ വർഷമായിട്ടുള്ള ഒരു അടുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഞാൻ ആദ്യമായി കാണുന്നത് ഇവരോടൊപ്പം പോയിട്ടാണ്. സ്ഥലം കാണുകയും ആ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിലാണ് അത് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. അപ്പോൾ അന്ന് അവിടെ പോയപ്പോൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ ഒരു ഷോയുമായിട്ടാണ് അവിടെ ചെന്നത്. അന്ന് അവിടെ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പല മേഖലകളിൽ പരിചയമുള്ള പല ആൾക്കാരും അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ കെയർ ഗിവിംഗ്. അത് അവിടുത്തെ ഏറ്റവും വലിയ അതൊരു സേവനം എന്നുള്ളത് മാത്രമല്ല, അതൊരു ഞാൻ പറഞ്ഞില്ല, അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഒരു പക്ഷേ അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ സ്ഥലത്ത് അതിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുക. ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അവർ നോക്കുന്ന ആൾക്കാരും അവരവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായൊരു നമുക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഇൻസൈറ്റ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമ്മളൊരു പക്ഷെ നമ്മളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ കൂടി ആ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയോടൊപ്പം നിങ്ങൾ അവിടെ എത്തിയിട്ട് കൊടുക്കുന്ന ആ കെയർ എത്ര പേരുടെ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ജോസേന്റെ ജീവനും ഒക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞതാണ്. അവിടെയുള്ള ആൾക്കാരോട് പലരോട് സംസാരിച്ചപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ കോമഡി ഉത്സവത്തിലൂടെ വന്ന മോഹൻലാലിന്റെ ഫിഗർ എടുക്കുന്ന ഒരാളുണ്ട്. പുള്ളി നോക്കുമ്പോൾ പുള്ളി അവിടെ ഇറങ്ങി പറ ഞാനിപ്പോ പറഞ്ഞു ആലോചിച്ച് നോക്കുന്നത് അവിടുത്തെ ഇസ്രായേലിലെ അപ്പൂപ്പനെ നോക്കുന്നത് മോഹൻലാലാണ്. ആലോചിക്കുന്നത് അപ്പൊ പുള്ളി അവിടെ സൈഡൊക്കെ ചെന്ന് എന്താണ് എല്ലാം ചെയ്യുന്നത് പുള്ളി സംസാരിക്കുന്നതൊക്കെ ലാലണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു പുള്ളി അറിയുന്നില്ലല്ലോ
അപ്പൊ എന്താ വേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ആ രീതിയിൽ ഞാൻ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് ആൾക്കാര് അവിടെ ആ ഒരു ജോബുമായിട്ട് പോകുന്നുള്ളത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അത് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആഫ്റ്റർ ആയിട്ടുള്ളത് നമ്മുടെ ആൾക്കാരെയാണെന്നുള്ളത്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പാലിക്കുന്ന വൃത്തി അനക്കരം നമ്മൾ അവർക്ക് നൽകുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിലേക്ക് കുട്ടിക്കാലത്തോടെ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന കെയർ ആണെങ്കിലും നമ്മള് ഒരു അമ്മയ്ക്കും അപ്പനും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര മുൻകൂർത്തിട്ടായാലും നമ്മൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റിൽഡ് ആണ്. പിന്നെ ഈ കോഴ്സും ട്രെയിനിങ്ങും എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫോർമാലിറ്റിയും അല്ലെങ്കിൽ അതിലൂടെയാണ് നിങ്ങൾ അവിടെ എത്തുന്നതുള്ളതാണ്. ദ പീസ് ഇൻസ്റ്റിങ്ക്ട് ഈസ് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള മുതിർന്നവരോടും അല്ലെങ്കിൽ വയ്യാത്തവരോടും നമ്മൾ കാണിക്കുന്ന അനുകമ്പയും എപ്പോഴും സിമ്പതിയും ഒക്കെ തന്നെയാണ്. അത് നിങ്ങൾ ഉള്ളത്തോളം കാലം ഈ ജോബ് ഓണിലൂടെ നിങ്ങളുടെ ജോബ് വളരെ യാതൊരു സംശയമില്ല. അപ്പൊ ഗംഭീരമായിട്ട് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു രാജ്യത്തിൽ തന്നെയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ പേര് അതേപോലെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ മുമ്പേ പോയ ആൾക്കാര് ആ രീതിയിൽ നിലനിർത്തിയത് കൊണ്ടാണ് നിങ്ങൾക്കും അവിടെ ചെല്ലാൻ സാധിക്കുന്നത്. അതുപോലെ എവരെ പോലെ ആ സ്ഥലം അത്രയും നന്നായിട്ട് പഠിച്ച ആൾക്കാരുള്ളത് കൊണ്ടാണ് അവർക്ക് അവിടേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ വരുമ്പോ പറയാറുണ്ട് മറ്റ് ചില ആൾക്കാർ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ വലിയ ചീത്തപ്പേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൾക്കാർ അതിൽ പെടുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അത് നിങ്ങളിലൂടെ തുടങ്ങാൻ. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഗംഭീരാവട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും. പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ വന്ന കണ്ടപ്പോൾ ഞാൻ ചെയ്ത് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ജോസന പറയായിരുന്നു, അതായത് ഈ സെന്റർ വന്ന് കണ്ടിട്ട് ഇസ്രായേലി അവരുടെ കോൺസുലേറ്റ് ഒന്ന് പറഞ്ഞ് ബാക്കി സെന്റേഴ്സിൽ നിന്ന് പറഞ്ഞത് കണ്ട് അതേ രീതിയിലുള്ള മാതൃകയിലാണ് നിങ്ങളുടെ സെന്റേഴ്സ് ശരിയാക്കാൻ എന്നുള്ളത്. അപ്പൊ അത്രയും കണ്ട ഒരു റെനോഡ് സെന്ററിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ് ആണ്. സോ എൻജോയ് ദ പ്രിവിലേജ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ലൈഫ് അഹെഡ്. ചാമരം വീശുന്നു മേഘജാലങ്ങളിൽ ഞാനും എൻ മനസ്സും ഉണരുകയായി വീര്യം വീരനായി വന്ദരാജിനീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആഗ്രഹദയം തോവൽ ചീയുടഞ്ഞ പടമായി നിന്റെ ആഗ്രഹദയം തോവൽ ചീയുടഞ്ഞ പടമായി. ജോബ് ഓൺ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിലാണ് ഇവിടെ നിൽക്കുന്നത് ബോംബെയിൽ. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇസ്രായേലിലെ കെയർ ഗിവേഴ്സ് എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് മലയാളികൾ ഒരുപാടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടുകൂടി നമ്മൾ പറയുന്ന കാര്യമാണ്. കാരണം അവിടെയുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാർ, അസുഖം വന്ന ആൾക്കാരെയൊക്കെ അവരെ നോക്കുക, അവരെ പരിപാലിക്കുക എന്നൊക്കെ പറയുന്ന ആതുര സേവനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന, അതിനോടൊപ്പം തന്നെ വളരെയധികം ജോബ് സാധ്യതകളുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജോലിയും കൂടിയാണത്. ഇസ്രായേലിൽ ആ ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ട്രെയിനിങ് ആവശ്യമാണ്. ആ പ്രോപ്പർ ട്രെയിനിങ് അംഗീകാരത്തോടു കൂടി തരുന്ന ഒരു സ്ഥാപനമാണ് ജോബ് ഓൺ. അപ്പോൾ ലൈഫിലെ പുതിയ ഒരു മേഖലയിലോട്ട് കടക്കാൻ, അതുപോലെ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാനും ഒക്കെ ആയിട്ട് പ്ലീസ് കം ഓവർ ടു ജോബ് ഓൺ ആൻഡ് മേക്ക് യോർസ് ആൻഡ് അനദർ ലൈഫ് ബെറ്റർ. Job On International. Trust us with your success.